അനന്തമായത് ഇവിടെ ബോധമാണ്. അതെങ്ങനെ മനസ്സിലായി? ശ്രദ്ധിക്കുക നിങ്ങൾ. നിരീക്ഷക ബോധം നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തെ അറിയുന്ന മനസ്സിൻ്റെ ചലനത്തെ അറിയുന്നു. എന്താ പറഞ്ഞത്? നിരീക്ഷക ബോധം നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തെയും, ഇപ്പം നമ്മൾ സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, ഭൂമിയുടെയൊക്കെ ചലനം നമുക്കിപ്പോൾ വാച്ച് നോക്കിയാൽ അറിയാലോ. ഇത്ര സമയമായി എന്ന് പറഞ്ഞാൽ ഭൂമി അത്രയും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സകല ചലനങ്ങളും അറിയുന്നു. ഏതിലൂടെ? ചലിക്കുന്ന മനസ്സിലൂടെ. ഏതിലൂടെ? മനസ്സ് ചലിക്കുന്നത് കൊണ്ടാണ് നമുക്കിതെല്ലാം അറിയാൻ സാധിക്കുന്നത്. ഇത് അറിയുന്നത് ആരാണ്? നിരീക്ഷകനായ ബോധം. ശ്രദ്ധിക്കുന്നയാൾ. അപ്പം രാവിലെ മുതൽ ഇത്രയും നേരം നമ്മൾ പലതും നിരീക്ഷിച്ചിട്ടുണ്ടാവും. ഇപ്പം പ്രകാശം തന്നെ പല വേരിയേഷൻസിൽ വരുന്നു. കാർമേഘം കൊണ്ട് മൂടാത്ത അവസ്ഥയും മൂടിയ അവസ്ഥയും ഇല്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് ചിന്തകൾ ഇതിനിടയ്ക്ക് വന്നു പോയിട്ടുണ്ട്. വളരെ സുസൂക്ഷ്മമൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ നിരീക്ഷിച്ച ബോധം, അതിലും ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പറയൂ. ചിന്തകളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാണുന്നതിലും അന്തരീക്ഷത്തിൽ മാറ്റം വരുന്നുണ്ട്. ഉണ്ടോ? ഭൂമിയുടെ ചലനം, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നിരീക്ഷിച്ച ബോധത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? പറയൂ. ഇനി രാത്രി കിടക്കുന്നത് വരെ നിങ്ങൾ നിരീക്ഷിച്ചാലും ബോധത്തിന് മാറ്റമുണ്ടോ? ജനിച്ച അന്ന് മുതൽ നമ്മൾ പലതും നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷിച്ച ബോധം തന്നെയാണോ ഇന്നും നിരീക്ഷിക്കുന്നത്? അല്ല. ആ ബോധത്തിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ? അന്നും എനിക്ക് ബോധമുണ്ട്, ഇന്നും ബോധമുണ്ടെങ്കിൽ, ഇന്ന് ഈ ബോധത്തിന് മാറ്റമില്ലെങ്കിൽ അന്നും ഇതിന് മാറ്റമില്ലെങ്കിൽ ഒരു കാലത്തും നിരീക്ഷിക്കുന്ന ബോധത്തിന് യാതൊരു മാറ്റമില്ല. അപ്പം മാറ്റമില്ലാത്തതായതുകൊണ്ട് അക്ഷരമായതുകൊണ്ട് അനന്തം. അതുകൊണ്ട് ആ എന്ന അക്ഷരത്തിനർത്ഥം അനന്തബോധം. ഇത്രയുള്ളൂ കാര്യം. ക്ലിയറാണോ പറയണത്? ഈ അനന്തബോധത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഉളവായതൊക്കെയും. എന്താ ഉളവായത്? ആദ്യം നമുക്ക് ഉളവാകുന്നത് ത്രിഗുണാത്മികമായ ചിന്തകളാണ്. മനോബുദ്ധി ചിത്ത അഹങ്കാരങ്ങളാണ്. ചിന്തകൾ ഉളവായതിന് ശേഷമാണ് പ്രാണനോടുകൂടി പ്രാണൻ ചേർന്ന് പ്രാണസ്പന്ദനത്തിലൂടെ പ്രപഞ്ചരൂപീകരണം ഉണ്ടാവുന്നത്. പ്രാണസ്പന്ദനത്തിലൂടെ പറയൂ പ്രപഞ്ചരൂപീകരണം ഉണ്ടാകും. അപ്പം പ്രപഞ്ചരൂപീകരണം പ്രാണസ്പന്ദനത്തിലൂടെയാണെന്ന് പറയാൻ കാരണം ശ്രദ്ധിക്കുക. പ്രാണൻ സ്പന്ദിക്കുമ്പോഴാണ്, പ്രാണന്റെ സ്പന്ദനം വരുമ്പോഴാണ് പ്രപഞ്ചത്തിലുള്ള സകലതും ചലിക്കുന്നത്. ഇപ്പം വായു തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ആര് സ്പന്ദിക്കണം? പ്രാണൻ സ്പന്ദിക്കണം. അഗ്നി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കണമെങ്കിൽ പ്രാണൻ സ്പന്ദിക്കണം. ഈ പ്രാണസ്പന്ദനം കൊണ്ടല്ലേ അഗ്നിയും വായുവും വെള്ളവും ഒക്കെ ചലിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ മുഴുവൻ ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരമാക്കി മാറ്റുന്നത്. പ്രാണൻ സ്പന്ദിച്ചിട്ടില്ലെങ്കിലോ? വളരെ ശ്രദ്ധിക്കുക. കഴിക്കുന്ന ആഹാരത്തെ അഗ്നി, വായു, ജലം ഇതെല്ലാം ചേർത്ത് ദഹിപ്പിച്ചുകൊണ്ട് ഇതിനെ പലയിടത്തേക്കും വിതരണം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ആരാണിതിനൊക്കെ ഉത്തരവാദി? പറയൂ. പ്രാണൻ സ്പന്ദിക്കുന്നത് കൊണ്ടാണ്. അപ്പം പ്രാണസ്പന്ദനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. ഈ പ്രപഞ്ചം രൂപീകരിച്ചതിൻ്റെ പിന്നിലും ശരീരത്തെ രൂപീകരിക്കാൻ പ്രാണന് പറ്റുമെങ്കിൽ ഈ പ്രപഞ്ചത്തെയും രൂപീകരിക്കുന്നത് പ്രാണനാണ്. അപ്പം അതായിരിക്കും, ഈ പ്രാണനെ ആയിരിക്കാം, ഈ പ്രാണസ്പന്ദനത്തെ ആയിരിക്കാം ശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ച കാരണത്തിന് കാരണമെന്ന് പറയുന്ന
ഊർജം എന്ന പേരിട്ട് വിളിച്ചത്. ഊർജം എന്ന പേരിൽ സയൻസ് വിളിക്കുന്നത് ഭാരതീയർ വിളിക്കുന്ന പ്രാണനെ ആയിരിക്കാം. ഈ പ്രാണനെ അറിയുന്നത്, ശ്രദ്ധിക്കണം, പ്രാണനോട് കൂടി ചേർന്ന് ഇതെല്ലാം സ്പന്ദിക്കുന്നത്, അറിയുന്നത് നമ്മൾ ഏത് വഴിക്കാണ്? ചിന്തകളിലൂടെയാണ്. ചിന്തകളെ ചലിക്കുന്നത് അറിയുന്നത് ബോധമാണ്. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾ പ്രാണനെ അറിയുന്നത് ബോധചിന്തകൾക്കാണ്. അപ്പം നിങ്ങൾക്ക് വിശപ്പ് വന്നു എന്നാർക്കറിയുന്നുണ്ട്? നിങ്ങളുടെ മനസ്സിന് വിശപ്പ് വരുന്നത് അറിയുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ വേദനകളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആരറിയുന്നുണ്ട്? മനസ്സറിയുന്നുണ്ട്. ഇപ്പം നമുക്ക് ബാത്റൂമിൽ പോകണം, ആർക്കറിയാം? വല്ലാതെ എനിക്ക് അസഹ്യത വരുന്നു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. എനിക്ക് വല്ലാതെ ദാഹം വരുന്നു, എനിക്ക് വെള്ളം കുടിക്കണം. എനിക്ക് വിശപ്പ് വരുന്നു, എനിക്ക് വല്ലതും കഴിക്കണം. എനിക്ക് ക്ഷീണം തോന്നുന്നു. ഇതൊക്കെ ആർക്കറിയാം? മനസ്സിനറിയാം. ആ മനസ്സിനെയും ആർക്കറിയാം? അല്ലെങ്കിൽ ഈ മനസ്സിനിങ്ങനെയൊക്കെ അറിയാമെന്ന കാര്യം ബോധത്തിനറിയാം. അപ്പം നോക്കൂ, എങ്ങനെ ഈ പ്രപഞ്ചം വരുന്നത്? സ്ഥൂലപ്രപഞ്ചം മുഴുവൻ, ശ്രദ്ധിക്കുക, സ്ഥൂലപ്രപഞ്ചം മുഴുവൻ പ്രാണൻ വികസിച്ചതും പ്രാണനിരിക്കുന്നത് അല്ലെങ്കിൽ പ്രാണൻ ചേർന്ന് നിൽക്കുന്നത് മനസ്സിലും, ഈ മനസ്സ് നിൽക്കുന്നത് ബോധത്തിലും. അപ്പം നമുക്ക് ആ ബോധത്തിലൂടെ ഇതൊക്കെ ഒന്ന് കാണാൻ സാധിക്കുകയാണെങ്കിൽ, ബോധത്തിലൂടെ മനസ്സിനെയും മനസ്സ് ചേർന്ന് നിൽക്കുന്ന പ്രാണനെയും ആ പ്രാണൻ വികസിച്ചു വന്ന പ്രപഞ്ചത്തെയൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ, ഇതെല്ലാം വികസിച്ച് വരുന്നത് ആദ്യക്ഷരത്തിൽ നിന്നുളവായത്. ഇതെവിടുന്നാ വന്നത്? ആദ്യക്ഷരം. അപ്പം നമ്മുടെ തിയറി എന്താണ്? ബോധമുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. ബോധമാണെങ്കിലോ ഇതിനെയെല്ലാം, ബോധമാണെങ്കിൽ ആത്യന്തികമായി ഇതിനെയെല്ലാം ഇതിനെ നിരീക്ഷിക്കുന്നവനാണ്. നിരീക്ഷിക്കുന്ന ബോധം നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതെപ്പോഴും നമുക്ക് ഓർമ്മ വന്നാൽ, നിരീക്ഷിക്കുന്ന ബോധം നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും വ്യത്യസ്തമാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ആദ്യക്ഷരത്തിൽ നിന്ന് ഉളവായതാണ് ഇതൊക്കെ. എല്ലാവരും വന്നിരിക്കുന്നത് അനന്തമായ ബോധത്തിൽ നിന്നാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ആദ്യക്ഷരത്തിൽ നിന്നും ഉളവായത്. ഈ പ്രപഞ്ചം തന്നെ രൂപപ്പെട്ടത് ആദ്യക്ഷരത്തിൽ നിന്നാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലുള്ള സകല രൂപങ്ങളും ആദ്യക്ഷരത്തിൽ നിന്നാണെങ്കിൽ, ഇവിടെ സത്യത്തിൽ മതത്തിനോ ജാതിക്കോ വർണ്ണത്തിനോ വർഗത്തിനോ ഒരു തരത്തിലും വ്യത്യാസമില്ല. കാരണം വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കൂ നിങ്ങൾ, പ്രാണൻ ചലിച്ചാലേ ശരീരം രൂപപ്പെടുകയുള്ളൂ. പ്രാണൻ ചലിക്കാതെ ഒരിക്കലും ശരീരം രൂപപ്പെടുകയില്ല. ഇപ്പോൾ ബീജം അണ്ടവുമായി ചേർത്തുന്നതൊക്കെ പ്രാണശക്തി കൊണ്ടാണ്. ഇനി അണ്ടാശയത്തിൽ വന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ട്യൂബിൽ വന്ന് കിടക്കുന്ന ഈ അണ്ടത്തെ, അല്ലെങ്കിൽ ബീജവും ചേർന്ന് കിടക്കുന്ന അണ്ടത്തെ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കുന്നതും പ്രാണനാണ്. പ്രാണൻ തന്നെയാണ് ആ കുട്ടിയുടെ സെല്ലുകൾ ചേർത്ത് അതിനെ വളർത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രാണനിലൂടെയല്ലേ രൂപമുണ്ടാവുന്നത്? മനുഷ്യ ശരീരം രൂപപ്പെടുത്തുന്നതിൻ്റെ കാരണക്കാരൻ പ്രാണൻ എന്ന ചലനമാണെങ്കിൽ, ശ്രദ്ധിക്കണം, ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയതും അവർക്ക് പറയൂ പ്രാണൻ തന്നെയാണ്. ആ പ്രാണനിലൂടെ ഇതൊക്കെ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ അറിയുന്നത് മനസ്സതിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണെങ്കിൽ, അപ്പം എല്ലാവർക്കും നിങ്ങൾ നോക്കൂ, ചിന്തകൾ വ്യത്യസ്തമേ ഉള്ളൂ. എല്ലാവരിലും 4 കോമൺ ആണ്. 4 ഏതൊക്കെ? വികാരം കോമൺ ആണ്. വികാരങ്ങൾ കോമൺ അല്ല. വികാരം എന്ന ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ. സ്നേഹം എന്നതും വികാരമാണ്, ദേഷ്യം എന്നതും. ആ വികാരം എന്നിലും സ്നേഹവും ദേഷ്യമൊക്കെ ഉണ്ടാവും, നിങ്ങളിലും സ്നേഹവും ദേഷ്യം. പക്ഷെ ആ വികാരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാവരിലും ഒരുപോലെ ഇരിക്കുമോ? ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ വികാരം എന്നത് എല്ലാവരും. പക്ഷികൾക്കുണ്ടോ? മൃഗങ്ങൾക്കുണ്ടോ?
ഉറുമ്പിനുണ്ടോ? ഇല്ല. എട്ടുകാലിക്കുണ്ടാവോ? അതിന് സ്നേഹം ഉണ്ടാവോ? ഉണ്ടാവും. അപ്പം ഈ ഭൂമിയുള്ള അണുവിനും എല്ലാറ്റിനും വികാരങ്ങളുണ്ട്. ഇനി എല്ലാറ്റിൻ്റെ ഉള്ളിലും അവരുടേതായിട്ടുള്ള ഒരു ഓണർഷിപ്പ്, ഇതെൻ്റെയാണ്, അതുണ്ടാവോ? ഞാനെന്നൊരു ഭാവം മനുഷ്യർക്ക് മാത്രമാണോ? പക്ഷികൾക്കുണ്ടാവും അതിൻ്റെ കുട്ടി, ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ ഭാര്യ, ഇത് നമ്മുടെ മുട്ട, ഇത് നമ്മുടെ കുട്ടി, അങ്ങനെ ഉണ്ടാവുമോ? കോഴിക്ക് അതിൻ്റെ കുട്ടികളോടൊരു ഓണർഷിപ്പ് ഉണ്ടാവുമോ? ഉറക്കെ പറയോ? ഉണ്ട്. മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാവുമോ? എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? ഞാനെന്നൊരു ഭാവമുണ്ട്. അപ്പം അവർക്കും അഹങ്കാരമുണ്ട്. ഇനി എല്ലാവരുടെ ഉള്ളിലും സ്മരണകളും ഉണ്ട്. അവരുടെ കുട്ടികളെക്കുറിച്ച്, അവരുടെ കുടുംബത്തെക്കുറിച്ചൊരു സ്മരണ. സ്മരണ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു പക്ഷിക്ക് അതിൻ്റെ കൂട് കെട്ടാനുള്ള കഴിവിൻ്റെ ഒരു സ്മരണ അതിൻ്റെ ഉള്ളിലില്ലേ? ഉണ്ടാവുമോ? അപ്പോൾ ഓരോ മൃഗത്തിനും അതിൻ്റെ ഒരു സ്മരണ ഉണ്ടായിരിക്കും. ഇതൊക്കെ എല്ലാവരിലും കോമൺ ആണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം മനുഷ്യർക്കുമുണ്ട്, ജീവജാലങ്ങൾക്കുമുണ്ടെങ്കിൽ അവിടെയൊന്നും ജാതി മത വ്യത്യാസങ്ങൾ ഇല്ല. ഈ ചിന്തകളൊക്കെ വന്നിരിക്കുന്നത്, ഉണർത്തിയിരിക്കുന്നത് ഒരേ ബോധം തന്നെയാണെങ്കിൽ ഇവിടെ ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം എന്നൊന്നും ഇല്ല. ഇവിടെ ഒരു സത്യമേ ഉള്ളൂ. എന്ത്? അനന്തമായ ബോധം, അതിൽ നിന്നും പൊങ്ങി വരുന്ന മനോബുദ്ധി, ചിത്തം, അഹങ്കാരം, അത് ചേർന്ന് പ്രാണനെ സ്പന്ദിപ്പിക്കുമ്പോൾ ആ പ്രാണസ്പന്ദനത്തിലൂടെ നാം കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം. ഇത്രയേ ഉള്ളൂ ഇവിടെ കാര്യം. അപ്പം ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ പ്രാണനിൽ നിൽക്കുന്നു. കാരണം പ്രാണൻ ചലിച്ചാലേ ഈ പ്രപഞ്ചം ഉള്ളൂ. പ്രാണൻ ചലിക്കുന്നത് അറിയുന്നത് മനസ്സ്, ആ മനസ്സ് നിൽക്കുന്നത് കൂടെ വന്നില്ല ബോധം. ഇപ്രകാരമല്ലാതെ വേറെ ഒരു സത്യം ഈ പ്രപഞ്ചത്തിൽ ഇല്ല. എനിക്ക് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ചില കാര്യത്തിൽ യോജിക്കാൻ പറ്റാത്തത്, അവർ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും സ്വർഗത്തെ നിരീക്ഷിക്കുന്ന ഒരു ബോധം അപ്പോഴും ഉണ്ടല്ലോ. നിരീക്ഷിക്കപ്പെടുന്നതെല്ലാം, ശ്രദ്ധിക്കണം, നിരീക്ഷിക്കപ്പെടുന്നതെല്ലാം മാറ്റത്തിന് വിധേയമാണ്. നിരീക്ഷിക്കുന്നവൻ മാറാതിരിക്കുന്നത് കൊണ്ടാണ്, മാറാത്തതായത് കൊണ്ടാണ്, ആ ബോധത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് പഴയതും പുതിയതും എല്ലാം നമുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പഴയതെല്ലാം പോകുമായിരുന്നു. നിങ്ങളുടെ പാസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്നത് അന്നുള്ളതും ഇന്നുള്ളതും എല്ലാം അവിടെ ഉള്ളത് കാരണം ബോധത്തിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. മനസ്സിലാവുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? ഒരു സാധനത്തിന് മാറ്റം സംഭവിക്കാതിരിക്കുമ്പോഴാണ് അതിലടങ്ങിയതിനെ നമുക്ക് അന്നും ഇന്നും ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ബോധത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഋഷിവര്യന്മാർക്ക് മനസ്സിലായി. അനന്തമായ ബോധത്തിൽ നിന്ന് മനോബുദ്ധിച്ചിത്തം അഹങ്കാരം പ്രകടമാവുന്നു. അത് പ്രാണനോടുകൂടി ചേർന്ന് പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്നു, പരിണാമപ്പെടുത്തുന്നു. ഇങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് അങ്ങോട്ട് കടന്നു വരുന്നു. പക്ഷേ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ പ്രപഞ്ചം മുഴുവൻ പ്രാണശക്തി, ആ പ്രാണശക്തി മനസ്സിൽ, ആ മനസ്സിരിക്കുന്നത് ബോധത്തിൽ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ജാതിക്കും മതത്തിനൊന്നും സാധ്യതയില്ല. ഇവിടെ ഉള്ളത് എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ ബോധത്തിൽ നിന്ന്. ഏതുപോലെ? സൂത്രേ മണിഗണ ഇവ. ഗീതയിൽ 7-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ പറയുന്നത് പോലെ മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ. എല്ലാം ഒരേ ബോധത്തിലാണ് ചേർത്ത് കോർത്തിരിക്കുന്നതെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ മതം അല്ല ഉള്ളത്. ഈ മതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഇവിടെ ഉള്ളത് ബോധവും പ്രപഞ്ചവും മാത്രം. ആര് മാത്രം? ബോധവും പ്രപഞ്ചവും. ഇതിലപ്പുറം ഇവിടെ യാതൊന്നും ഇല്ല. അതല്ലേ സത്യം? ഇതല്ലേ പഠിപ്പിക്കേണ്ടത്? അതുകൊണ്ട് അനന്തമായ ബോധത്തിൽ
വന്ന് ഉണ്ടായതൊക്കെയും ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനന്തമായ ഊർജ പ്രവാഹം, അനന്തമായ ഊർജ പ്രവാഹം, പ്രാണപ്രവാഹം. ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? ഒന്നുകിൽ ഈ ചിന്തയെ വെച്ചുകൊണ്ട്, ഞാനെന്ന ചിന്തയെ വെച്ച്, 3 കാര്യം മറക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചിന്തയാണ്, പ്രശ്നങ്ങളും. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്രശ്നങ്ങളെ തന്നെ അയവിറക്കി ദുഃഖിക്കാം, അല്ലെങ്കിൽ പരിഹാരവും ചിന്തയാണ്. പരിഹാരത്തിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിട്ടുകൊണ്ട് ബോധത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. അപ്പം ഈ ആദ്യക്ഷരം എന്ന് പറയുന്നത് നമ്മൾക്ക് ഉറപ്പ് തരികയാണ്. എന്താണ് ഉറപ്പ്? നാം ഓരോരുത്തരും ആദ്യക്ഷരത്തിലാണ്, എന്നുവെച്ചാൽ അനന്തമായ ബോധത്തിലാണ്. ഈ ബോധത്തിലിരുന്നു കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും നമ്മളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഒരു കാരണവശാലും അലട്ടുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ബോധത്തിൻ്റെ ശക്തിയെ ഉപയോഗിച്ച് മനസ്സിനെ തിരിച്ചുവിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ദുരിത ദുഃഖങ്ങളിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ സാധിക്കും. ആദ്യക്ഷരത്തിൽ ഉളവായതൊക്കെയും ആദ്യക്ഷരത്തിൽ അടങ്ങുന്നതും, ഇതെല്ലാം അവസാനം അടങ്ങുന്നത് എവിടെയാ? ആദ്യക്ഷരത്തിൽ തന്നെ. എന്ന് വെച്ചാൽ അപ്പം എന്താ ആദ്യക്ഷരം എന്ന് പറഞ്ഞാൽ? ഇതെല്ലാം അടങ്ങുന്നതും ആദ്യക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ശ്രദ്ധിക്കണം നിങ്ങൾ. പ്രപഞ്ചം അടങ്ങുന്നത്, പ്രപഞ്ചം വളരെ ശ്രദ്ധിക്കൂ, പ്രപഞ്ചം അടങ്ങുന്നത് സൂക്ഷ്മ ഊർജത്തിൽ. ഏതിലാണ്? സൂക്ഷ്മമായ പ്രപഞ്ച ഊർജം. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, പ്രപഞ്ച ഊർജമാണ് വികസിച്ച് സ്ഥൂല രൂപമായി ആറുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രപഞ്ചം നിൽക്കുന്നതും അല്ലെങ്കിൽ പ്രപഞ്ചം ഇനി ആവുന്നതും സൂക്ഷ്മമായ പ്രാണശക്തിയിൽ, പ്രാണശക്തിയായിട്ട് പ്രപഞ്ചം നിൽക്കും. അതും ഇവിടെ അനന്തമായി നാശമില്ലാതെ നിലനിൽക്കും. ഇനി ഈ പ്രപഞ്ച ഊർജത്തെ അറിയുന്ന, നിരീക്ഷിക്കുന്ന ബോധവും ഇവിടെ അനന്തമായി നിലനിൽക്കും. അപ്പം അതുകൊണ്ട് ബോധവും അനന്തമാണ്, പ്രപഞ്ച ഊർജവും അനന്തമാണ്. ഒരു ഊർജം എപ്പോഴും ചലനാത്മകമാണ്, മറ്റേ ഊർജം എപ്പോഴും സ്ഥായിയായി നിരീക്ഷകനായ ഊർജമാണ്, ബോധമാകുന്ന ഊർജമാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? അപ്പം ഇങ്ങനെ എല്ലാം വന്നിരിക്കുന്നത് ബോധത്തിൽ നിന്നും വന്നു, ബോധത്തിൽ നിലനിന്നുകൊണ്ട് അത് തിരിച്ച് ബോധത്തിലേക്ക് അങ്ങനെ മറഞ്ഞു പോണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഈ പ്രപഞ്ച ഊർജവും അലിഞ്ഞ് ബോധത്തിലേക്ക് തന്നെയാണ് അവസാനം അതിനും പോകാനുള്ളത്. അപ്പം അതുകൊണ്ട് ആദ്യക്ഷരത്തിലുളവായതെന്നൊക്കെയും ആദ്യക്ഷരത്തിൽ അടങ്ങുന്നതും, ഇതെല്ലാം അടങ്ങുന്നത് ആദ്യക്ഷരത്തിലാണ്. പിന്നെ ആദ്യക്ഷര ഇവയിൽ ഓരോന്നെടുത്ത്, ആദ്യക്ഷരത്തിൽ നിന്ന് ഇവ ഓരോന്നെടുത്ത് കീർത്തിപ്പതിന്നരുളുക നാരായണൻ. ഈ ആദ്യക്ഷരത്തിൽ നിന്ന് എങ്ങനെ ഓരോന്നെടുക്കുക? എന്താ ഈ ഓരോന്നെടുക്കൽ? എന്താണ് എടുക്കേണ്ടത്? അതായത് ഈ ആദ്യക്ഷരത്തിൽ നിന്ന് ഓരോന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആദ്യം അതിൽ നിന്നും പ്രകടമാകുന്നത് മനസ്സും, പിന്നീട് മനസ്സ് പ്രാണനോടുകൂടി ചേരുമ്പോൾ മനസ്സ് പ്രാണൻ പ്രകടമായി, പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രാണൻ സ്ഥൂലീകൃതമായി നാം കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്ര പങ്ക്തികളൊക്കെയായി മാറിക്കൊണ്ട് ഈ വിശ്വം മുഴുവൻ വികസിച്ച് നിൽക്കുമ്പോൾ ഇതെല്ലാം ആദ്യക്ഷരത്തിൽ ഇവയിൽ ഓരോന്നെടുത്തു. ഇവിടെ 2 അർത്ഥങ്ങളാണ്. ഒന്ന്, ആദ്യക്ഷരത്തിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ എഴുതാൻ പോകുന്നത് ഏതു മുതലാണ്? അകാരം മുതൽ എഴുതാൻ പോവുകയാണ്. മറ്റൊന്ന്, ഈ പ്രപഞ്ചം മുഴുവൻ വന്നിരിക്കുന്നത് ആദ്യക്ഷരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അനന്തമായ ബോധമുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. അങ്ങനെ ഓരോന്നും ഇതിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
ഈ കാണുന്ന സകല ശക്തികളും അൾട്ടിമേറ്റ്ലി ബോധത്തിൽ നിന്നാണ് വികസിച്ചു വന്നത്. ഓരോന്നും എടുത്തു പരികീർത്തിക്കുക, ഓരോന്നും എടുക്കുക. ഈ ഓരോന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റ് ഒന്നായി വികസിക്കുക, ഒന്നിൽ നിന്ന് മറ്റൊന്നായി വികസിക്കുക. അപ്പം ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ആദ്യക്ഷരത്തിൽ നിന്നും വികസിച്ച് രൂപപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. അപ്പം വികസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നിൽ നിന്ന് മറ്റൊന്നായി പരിണാമം ചെയ്തുകൊണ്ട്, ഒന്നിൽ നിന്ന് മറ്റൊന്നായി പരിണാമം ചെയ്തുകൊണ്ട് ഇതങ്ങനെ വികസിച്ച് വന്നിരിക്കുകയാണ്. ഒരു പായ നമ്മൾ നിവർത്തുമ്പോൾ, പണ്ട് കാലത്ത് പായ ഉപയോഗിക്കുക ആളുകൾ, ഇന്നത്തെ പായയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്ലാസ്റ്റിക് പായയല്ല, ഈ കൈതയുടെ ഓല കൊണ്ട് ഓലപ്പായ. ഈ സാധനം ഉണ്ടല്ലോ, നിങ്ങൾ രാത്രി നിവർത്തി അതിൻ്റെ മുകളിൽ വല്ലതും കട്ടിയുള്ളത് വെച്ചിട്ടില്ല എങ്കിൽ അതെന്ത് ചെയ്യും? അതതുപോലെ തന്നെ ചുരുണ്ട് ഡിം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരിക, സ്പ്രിങ് പോലെ. അപ്പം അതുകൊണ്ട് ചില ആളുകളുണ്ട് കിടക്കുമ്പോണ്ടല്ലോ താഴെ താഴെ അവർ കാലമർത്തി വയ്ക്കും. എന്നിട്ട് ആ പായ അങ്ങനെ നേർക്ക് പിടിക്കും, എന്നിട്ട് പതുക്കെ നിലത്തേക്ക് ഒറ്റ വീഴില്ല. അപ്പം എന്താ വെച്ചാൽ ഒരിക്കലും പായയിൽ നിന്ന് മാറില്ല. നാലോചിച്ച് അങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാർ പായ ഇങ്ങനെ പിടിക്കുക, ടീം നിലത്തേക്ക്. അല്ലെങ്കിൽ പായ, അത് പലപ്പോഴും പലർക്കും അബദ്ധം പറ്റും. അവരിങ്ങനെ പായ നിവർത്തി വിരിയെടുത്ത് കൊണ്ടുവരാൻ പോകുമ്പോഴേക്കും പായ അതാ കിടക്കണോ പഴയ അവസ്ഥയിലേക്ക്. വീണ്ടും അവരൊരറ്റം തുടങ്ങും, പതുക്കെ പതുക്കെ അതിന് നിവർത്തും. അതിൻ്റെ ഇടയ്ക്ക് അവരെന്തെങ്കിലും ഒന്ന് പിടുത്തം വിട്ടുപോയാൽ പായ വീണ്ടും അവസ്ഥയിലേക്ക്. ഇതുപോലെ ഈ പ്രപഞ്ചം നമ്മുടെ പായ പോലെയാണ്. ഇതിങ്ങനെ ബോധത്തിൽ നിന്ന് നിവർത്തും, ബോധത്തിൽ അടങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ ആകുമ്പോൾ പായ നിവർത്തി, നമ്മൾ രാത്രി പൊതുവെ പായ നിവർത്തുക. എന്നാൽ ഈ പായ രാവിലെ നിവർത്തി രാത്രിയാകുമ്പോൾ മടക്കി, അതോടുകൂടി എല്ലാം കെട്ടടങ്ങി. ഇങ്ങനെ പായ നിവർത്തലും പായ മടക്കലുമാണ് നമ്മുടെ ജീവിതം. എവിടെ ഇതൊക്കെ മടക്കുന്നത്? എവിടെയാ? ഭാഗവത ഗ്രാമത്തിലല്ല, ഇത് ബോധത്തിൽ. അപ്പം ഇവിടെ ചിന്തകൾ ഉണരുമ്പോൾ പായ ഉണർത്തി, പിന്നെ നിങ്ങൾ ലോകത്തിലേക്ക് ഇടപഴകുമ്പോഴേക്കും പായ ഫുള്ള് നിവർത്തിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ആദ്യം പായ പകുതി മടക്കി, പിന്നെ നിങ്ങൾ ഉറങ്ങുന്നതോടുകൂടി ഫുൾ പായ മടങ്ങി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് പറയാം പായ മടക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായും ഉറങ്ങിയർത്ഥം. പക്ഷെ അപ്പോഴും ആരുണ്ട്? പായ മടക്കിയവൻ. അതാരാവോ? ഏത് പായയുടെ കാര്യമാണ് പറയുന്നത്? വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി. വിശ്വം എവിടെയാണ്? ഈ വിശ്വം മുഴുവൻ അന്തർഗതം എവിടെയാണ്? നിങ്ങളുടെ ചിന്തകളിലാണ്. ഇപ്പം ചിന്തകൾ ഉണരുമ്പോഴാണ് ലോകം ദർശിക്കാൻ പറ്റുന്നത്. ചിന്തകൾ അടയുന്നതോടുകൂടി പിന്നെ ലോകവുമായിട്ട് നമുക്ക് ഒരിടപാടില്ല. അപ്പം ഈ പായ മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സാകുന്ന പായയാണ്. ആ പായ നിവർത്തുന്നതും നിവർത്തി മടക്കുന്നതും ആരാണ്? ബോധമാണ്. എന്തൊരു രസമാണ് നോക്കൂ നിങ്ങൾ. രാവിലെ ആയാൽ ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായ നിവർത്തി വന്നത് കേളും. രാത്രിയാകുമ്പോൾ നമ്മൾ പായ മടക്കി പോവുകയായി. അല്ലേ? എത്ര സത്യത! ഈ മടക്കലും നിവർത്തൽ എത്ര കാലമായി ഈ പണി തുടങ്ങിയിട്ട്? രാവിലെ ആകുമ്പം നിവർത്തുക, രാത്രിയാകുമ്പം മടക്കുക. ഇതിനൊരറ്റമുണ്ടോ? ഒരവസാനമുണ്ടോ? ഇങ്ങനെ അനസ്യൂതം ഒരു മടക്കുക, നിവർത്തുക, നിവർത്തുക, മടക്കുക, നിവർത്തുക, മടക്കുക. എന്താ ഇവിടെ ചെയ്യുന്നത്? പായ നിവർത്തലും മടക്കലും തന്നെ, വേറെ പണിയൊന്നുമില്ല. ഇതന്നെ ജോലി. ഈ തരത്തിൽ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്?
ഉത്തരവേ ഉള്ളൂ. പായ നിർത്തുക, മടക്കുക. എത്ര ജന്മങ്ങൾ, ഒരറ്റവും ഉണ്ടോ? അതുകൊണ്ട് ഈ ജന്മത്തിൽ ഈ പായ നിവർത്തലും മടക്കലും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ നിരീക്ഷിക്കുന്നൊരു ആ ബോധത്തെ നമ്മളൊന്ന് പിടിക്കുക. ആരാ ഈ പണിയൊക്കെ ചെയ്യുന്നത്? ബോധമുണ്ട്. ബോധമില്ലെങ്കിൽ ഇതൊന്നും നടക്കുന്ന പ്രശ്നമില്ല, അല്ലേ? ആ ബോധമാണ് ആദ്യക്ഷരത്തിൽ നിന്ന് ഇതൊക്കെ തുടങ്ങി ആദ്യക്ഷരത്തിൽ അടങ്ങി ഇപ്രകാരം ആദ്യക്ഷര ഇവയെ ഓരോന്നെടുത്ത് ഇനി അദ്ദേഹം വ്യാവഹാരിക രീതി പറയാണ്, ഞാനിനി ഇവിടെ മുതൽ ആദ്യക്ഷരം മുതൽ ഈ പരമമായ ബോധത്തിൻ്റെ മഹത്വം ഞാനിനി വർണ്ണിക്കാൻ പോവുകയാണ്.